മിസ്റ്റർ ജിപ്സിയുടെ ECTMS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൗണ്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് എത്ര എളുപ്പത്തിൽ നമുക്ക് കുറച്ച് ഡാറ്റകൾ എടുക്കാം എന്നുള്ളതാണ്. ഇത് സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ പിവോട്ട് ടേബിൾ യൂസ് ചെയ്യാറുണ്ട്. പിവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്രഷ് ചെയ്താൽ മാത്രമേ ഓട്ടോമാറ്റിക്കലി വരുള്ളൂ. പക്ഷെ കൗണ്ട് എന്നുള്ള ഫോർമുല, അതായത് കൗണ്ട് എന്നുള്ള പല ടൈപ്പ് ഫോർമുലാസ് ഉണ്ട്. നമ്മൾ ഒരു മൂന്നാലെണ്ണം നമ്മളിവിടെ കാണാൻ പോവാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എളുപ്പത്തിൽ നമുക്കൊരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും എന്നുള്ളത് കാണിക്കാൻ പോവാണ്. ഞാൻ ഒരു ചെറിയൊരു ടേബിളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒന്നുമില്ല, ഡേറ്റ് ഉണ്ട്, അതുപോലെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊടുത്തിട്ടുണ്ട്. 10-ാം തീയതി 12, 11, 20, 5, 2, 3, ഇവിടെ ഒന്നുമില്ല, അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പൊ ഞാനിവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര കോളത്തിൽ നമുക്ക് ഇവിടെ ഈ ഡാറ്റ ഉണ്ട് എന്നുള്ളത്, അതായത് എത്ര ഈ ദിവസങ്ങളിൽ എത്ര ദിവസങ്ങളിലാണ് കൗണ്ട് വന്നിട്ടുള്ളതെന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് സിമ്പിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ന് കൊടുക്കുക, കൗണ്ട് എന്നടിക്കുക, COUNT എന്ന് അതെന്നെ അടിച്ചു കഴിഞ്ഞ് നമുക്ക് എവിടെ മുതലാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ മുതൽ അവസാനത്തെ കോളം വരെ നമുക്ക് ഡ്രാഗ് ചെയ്യുക. അത് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 8 കോളം എന്നുള്ളത്. നിങ്ങൾ നോക്കി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കോളം ഉണ്ട്. അതിൽ 2 കോളത്തിൽ ഒന്നുമില്ല, ബാക്കി എല്ലാ കോളത്തിലും ഓരോ ഡാറ്റ ഉണ്ട്. അങ്ങനെ നമുക്ക് 8 എന്ന് കണ്ടു. ഇപ്പൊ ഇനി 0 ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. 0 ഒഴിവാക്കിയപ്പോൾ 7 എന്ന് വന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു കോളത്തിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 1 എന്നുള്ള കൗണ്ട് ആവും. അങ്ങനെ എത്ര കൗണ്ട് ആണെന്നുള്ളതാണ് കാണുന്നത്. ഇനി നമുക്ക് ബ്ലാങ്ക് സെല്ല്, ഇപ്പൊ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ബ്ലാങ്ക് സെല്ല് ഉണ്ടല്ലോ. അപ്പൊ രണ്ടൊക്കെയാണ് നമുക്ക് കുഴപ്പം, നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ വലിയൊരു ഡാറ്റ ആണെങ്കിൽ ഇങ്ങനത്തെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോ നോക്കാൻ വേണ്ടി. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടൊരു ഫോർമുല ഉണ്ട്. ഇതേപോലെ സീക്വന്റ് കൊടുക്കുക, കൗണ്ട് കൊടുക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് നോക്കി കൗണ്ട് ബ്ലാങ്ക് എന്ന് കാണാം. ബ്ലാങ്ക് തന്നെയാണ്, കൗണ്ട് ബ്ലാങ്ക് തന്നെയാണ് പറയാം. അത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഫുള്ള് ഡാറ്റ സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 2 സെല്ലാണ് നമുക്ക് ബ്ലാങ്ക് ഉള്ളത്. കറക്റ്റല്ലേ 2 എന്നുള്ളത്. ഈ 20 എന്ന് ഡിലീറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ നോക്കാം, ഇവിടെ 3 ആയി, ടോട്ടൽ കൗണ്ട് 7 ആയി. കൺട്രോൾ സെറ്റ് കൊടുത്ത് ഞാൻ നിർത്താൻ പോവാണ്. ഇനി ഇപ്പൊ നമുക്കറിയാം മൊത്തത്തിൽ ഡാറ്റ ഉള്ളത് എത്രയാണെന്നുള്ളതും ബ്ലാങ്ക് സെല്ല് എത്രയെന്നുള്ളതും. അപ്പൊ ഇനി ഡാറ്റ ഉള്ളത് നമുക്ക് എത്ര എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം ഇവിടെ. അതിന് ഇപ്പോ രണ്ട് ടോട്ടൽ കൗണ്ടിന് അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് കൗണ്ട് എ എന്ന് പറഞ്ഞ. കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സെല്ലുകളാണ് എംപ്റ്റി അല്ലാത്തത് ആ സെല്ലുകൾ കംപ്ലീറ്റ് ആയിട്ട് കൗണ്ട് ചെയ്ത് എടുക്കുന്നതാണ് കൗണ്ട് എ എന്ന് പറഞ്ഞാൽ. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 8. നേരത്തെ ഇവിടെ കണ്ട പോലെ തന്നെ കൗണ്ടും കൗണ്ട് എയും തമ്മിൽ വലിയ വ്യത്യാസം അധികം സമയങ്ങളിൽ വരാറില്ല. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ 8 തന്നെയാണ്, ഇവിടെ 8 വന്നു, 2 സെല്ല് ബ്ലാങ്ക് ആണെന്നുള്ളതാണ്. സോ ഇപ്പൊ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൗണ്ടിന്റെ ഫോർമുലാസ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. ഇത് എൻ്റെ ഒരു ഡാറ്റയാണ്. ഇതിലൊരു 1000 നമ്പേഴ്സ് ഉള്ള ഡാറ്റയാണ് ഇത്. ഈ ഡാറ്റയിൽ നമുക്ക് ഫുൾ നെയിം ഉണ്ട്, ജോബ് ടൈറ്റിൽ, ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, കൺട്രി ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നോക്കുന്നത് ബ്രസീൽ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന 3 കൺട്രിയുടെ ഡാറ്റയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പൊ ഇതില് എനിക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രസീലിൽ എത്ര പേര് എംപ്ലോയീസ് ഉണ്ട്, ചൈനയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇത് പിവോട്ട് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. പക്ഷെ ഇതിനെന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ ടൈം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കൗണ്ട് യൂസ് ചെയ്യാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം ഫോർമാറ്റിംഗ് ഒന്നും വീണ്ടും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിന്. സോ ഇത് എങ്ങനെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇതിൽ നോക്കേണ്ട കാര്യം, നമ്മൾ കോമൺ ആയിട്ട് എടുക്കേണ്ട സാധനം കൺട്രി എന്നുള്ളതാണ്. ബ്രസീൽ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ മാസ്റ്റർ ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ എൽ എന്ന കോളത്തിലാണ് കാണുന്നത് കൺട്രി. അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, ചൈന ഉണ്ട്, അതുപോലെ താഴത്ത് വന്നു കഴിഞ്ഞാൽ ബ്രസീൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുലയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈക്വൽ ടു കൗണ്ട്. കൗണ്ട് നമ്മൾ നേരത്തെ സിമ്പിൾ കൗണ്ടുകൾ കണ്ടു. ഇവിടെ 4ാമത്തെ കൗണ്ട് ഈഫ് എന്നുള്ളത്. കൗണ്ട് ഈഫ് എന്നുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കൗണ്ട് ഈഫ് യൂഷ്വലി സാധാരണ പോലെ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ട് ഈഫ് വരും. എന്നിട്ട് അടുത്ത കോളം റേഞ്ച് എന്ന് കാണാം. ഈ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാസ്റ്റർ ഡാറ്റയിലാണ് പോകേണ്ടത്. മാസ്റ്റർ ഡാറ്റയിൽ പോയിട്ട് കോമൺ ആയിട്ടുള്ള ഡാറ്റ ഏത് കോളത്തിലാണോ ആ കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ സെലക്ട് ആവും. എന്നിട്ട് കോമ കൊടുക്കുക. കോമ കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഷീറ്റിലോട്ട് വരിക. 2 എന്നുള്ള ഷീറ്റാണ് നമുക്ക് വരുന്നത്, ഏറ്റവും മെയിൻ ഷീറ്റിലോട്ട് തന്നെ വരിക. ഈ ഷീറ്റിലെ കോമൺ ആയിട്ടുള്ള സാധനം, 2 കോമൺ ആയിട്ടുള്ള സാധനം നമ്മൾ VLOOKUP ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. സാധാരണ VLOOKUP ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എവിടെയാണോ കൊടുക്കേണ്ടത് വെച്ചാൽ അവിടുത്തെ ഡാറ്റയാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് മാസ്റ്റർ ഡാറ്റയിലാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് 2ാമത്തെ ഡാറ്റ നമ്മൾ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് കോമ കൊടുക്കും. കോമ കൊടുക്കേണ്ട ആവശ്യമില്ല, വെറും നമ്മൾ എത്രയാണെന്നുള്ളതാണ്. നേരെ ഇത് കൊടുക്കുക, ക്ലോസ് ബ്രാക്കറ്റ് കൊടുത്ത് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു എറർ കാണിക്കും. വേറെ ഒന്നുമല്ല, ഇത് വന്നു കഴിഞ്ഞാൽ സ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരും. ബിയോണ്ട് ദ എഡ്ജ് ഓഫ് വർക്ക്ഷീറ്റ്, ഇത് 360 വരുന്നതാണ്. അപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല, സിമ്പിൾ ആണ്. ഇവിടെ ഈ ഒരൊറ്റ അറ്റ് എന്നുള്ള സിമ്പിൾ മാത്രം നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് മാറും. എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 139 എംപ്ലോയീസ് ചൈന,
നേരെ ഇത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 139 ബ്രസീലിലുണ്ട്, ചൈനയിൽ 218 ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റിൽ 643 ഉണ്ട്. ഇത് നമുക്കൊന്ന് വാലിഡേറ്റ് ചെയ്യാം. ചുമ്മാ വരുന്നു, ഞാനൊരു പിവോട്ട് അടിക്കാൻ പോവാണ്. പിവോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് മറ്റേ എത്രയാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ പിവോട്ട് ടേബിൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ ഞാൻ ഓൾറെഡി കുറെ വീഡിയോസ് പിവോട്ട് ടേബിളിനെ പറ്റി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് പോയിട്ട് നോക്കിയാൽ മതി. കൺട്രി എന്ന് കൊടുക്കുകയാണ്, ഞാൻ വീണ്ടും കൺട്രി കൊടുത്തിട്ട് നമുക്ക് അറിയാൻ പറ്റും എത്രയാണ്. ബ്രസീൽ 139, ചൈന 210, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 649. അതേ ഡാറ്റ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ അപ്പോൾ ഡാറ്റ കറക്റ്റ് ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം, നമ്മളിപ്പോൾ ഡാറ്റ ആഡ് ചെയ്യാണ്. ഇപ്പൊ അറിയാലോ, ബ്രസീലിൽ 139, ചൈന 218, യുണൈറ്റഡ് സ്റ്റേറ്റ് 643. ഞാൻ വന്നിട്ട് ഇവിടെ ചുമ്മാ ഒരു കോളം കൂടിയാണ് ഇൻസേർട്ട് ചെയ്യാണ്. ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെറുതെ ഒരു ചൈന എന്ന് അടിക്കുകയാണ്. കാരണം ഡാറ്റ എന്ന് അടിച്ച് നമുക്ക് വെറുതെ സമയം കളയണ്ട എന്ന് വെച്ചാൽ ഞാൻ ചൈന എന്ന് അടിക്കുകയാണ്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ടാവും. സോറി, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ 139 ആണ് എന്ന് നമ്മളെ ചൈനയിൽ 219 നമ്മൾക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 218 ഉള്ളൂ. അതായത് നമ്മളൊരു ഇതില് നമ്മൾ പിവോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 219 ആവണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് റിഫ്രഷ് കൊടുത്താൽ മാത്രമാണ് 219 ആവുക. കണ്ടല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിഫ്രഷും കൊടുക്കേണ്ട ആവശ്യമില്ല, ഡാറ്റയിൽ ഓട്ടോമാറ്റിക്കലി 219 വരും. ഇതേ സാധനം തന്നെ ഞാനൊരു ബ്രസീൽ എന്നും കൂടി ഞാൻ ചുമ്മാ അടിക്കാൻ പോവാണ്. ഇത് വരുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, ഞാനിവിടെ ബ്രസീൽ എന്ന് അടിക്കുകയാണ്. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ബ്രസീൽ 139 ആണ്. ഇപ്പൊ നമ്മുടെ ഷീറ്റിൽ നമുക്ക് 140 ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഞാനൊരു ഡാറ്റ ഇപ്പൊ ഞാൻ ഇവിടെ വന്നു, ഈ സംഭവം ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്ത സമയത്ത് വീണ്ടും ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 139 2182 ആയി. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൈനയിൽ ഇപ്പോഴും 219 ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇത് റിഫ്രഷ് ചെയ്താൽ മാത്രമാണ് നമുക്കിത് വരുള്ളൂ. അതാണ് പിവോട്ടും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഇതിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു എത്ര എളുപ്പത്തിൽ നമുക്കിത് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് ഒന്നുകൂടി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിലോട്ട് പോകാം. കൗണ്ട് ഇഫ് യെസ് എന്നുള്ള സംഭവം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡിങ് കാണാം. നമുക്ക് ബ്രസീൽ ഉണ്ട്, ചൈന ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. എനിക്ക് അറിയേണ്ടത് ബ്രസീലിൽ എത്ര മെയിൽ ഉണ്ട്, ബ്രസീലിൽ എത്ര ഫീമെയിൽ ഉണ്ട്, ചൈനയിൽ എത്ര മെയിൽ ഉണ്ട്, ചൈനയിൽ എത്ര ഫീമെയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, US അതേപോലെ മെയിൽ എത്ര ഫീമെയിൽ എത്രയാണെന്നുള്ളത്. ഇതേ ഡാറ്റ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കൗണ്ട് ഇഫ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഒരു തോണി കൗണ്ട് ഇഫ് യെസ് എന്നുള്ള ഒരു സംഭവം കൊടുക്കുകയാണ്. അതിന്റെ ഫോർമുല കാണിക്കാം. ഈക്വൽ ടു കൗണ്ട് ഇഫ് യെസ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ടാബ് കൊടുക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏത് ഡാറ്റയാണ്, കൺട്രി ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനം. കൺട്രി എന്നുള്ള സാധനം നമ്മൾ അവിടെ വന്നിട്ട് എടുക്കുന്നു. തിരിച്ച് വീണ്ടും നമ്മൾ അതേ ഷീറ്റിലോട്ട് വരുന്നു. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള സംഭവം കൺട്രി ആണ്. കൺട്രി ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് മെയിലും ഫീമെയിലും ആണ്. അപ്പൊ നമുക്ക് നോക്കാം, എഫ് എന്ന കോളത്തിലാണ് നമുക്ക് ഫീമെയിൽ മെയിൽ എന്നുള്ള സംഭവം നമുക്ക് കടന്നിട്ടുള്ളത്. അപ്പൊ ഏത് കോളത്തിലാണ് അങ്ങനത്തെ ഡാറ്റ വേണ്ടത് നമ്മൾ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് കോമ കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളതാണ് വേണ്ടത്. നമുക്ക് മെയിൽ ഇത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ആയിട്ട് തന്നെ ഇതേ സ്പെല്ലിംഗ് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടേ വരുള്ളൂ. MALE മെയിൽ കൊടുത്തു, ഞാൻ എൻ്റർ ചെയ്യാണ്. കോളം ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യണം. അടുത്തത് അതേ എന്താണ് എറർ ഇവിടെ കാണിക്കും. അറ്റ് ഷീറ്റ് എന്ന് കൊടുക്കണം, അറ്റ് കൊടുക്കണം. ഇത് കൊടുത്തിട്ട് എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. നോക്കിക്കഴിഞ്ഞാൽ 64 നേരെ ഇങ്ങോട്ട് വലിക്കുകയാണ്. 64 ബ്രസീലില് മെയിൽ ഉണ്ട്, ചൈനയിൽ 209 ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റിൽ 309 ഉണ്ട്. നമുക്ക് ഈ ഡാറ്റ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഇതിൽ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മളെടുത്ത അതേ പിവോട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെവിടെ ആയിരുന്നു ജെൻഡർ ഞാൻ കൊടുക്കുകയാണ്. ബ്രസീലില് ഇപ്പൊ നോക്കുകയാണെങ്കിൽ മെയില് 64 ആണോ നോക്കാം. 64 മെയില്, ചൈനയിൽ 109 ഫീമെയിൽ 309 മെയിൽ 309 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. അതേപോലെ തന്നെ നമുക്ക് ഫീമെയിൽസിനും വന്നിട്ടുണ്ട്. ഇനി ഫീമെയിൽ എങ്ങനെ വരാൻ നോക്കാം. ഇതേ ഡേറ്റ തന്നെ കൗണ്ട് ഇഫ് യെസ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഏതാണോ നമ്മളെ കോമൺ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മാസ്റ്റർ ഷീറ്റിൽ പോയി ക്ലിക്ക് ചെയ്യുക, കോമ കൊടുക്കുക. നമ്മൾ എവിടെയാണ് ഡാറ്റ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക, കോമ കൊടുക്കുക. എവിടെയാണ് നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡബിൾ കോട്ട്സിൽ എൻ്റർ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എറർ വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്ന് കൊടുത്താൽ മതി. ഇത് വരും. ആയിട്ട് നമുക്ക് തീർച്ചയായും ഇത് കിട്ടും. നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ഡാറ്റ വരും. സോ കൗണ്ടിന്റെ വിവിധ തരങ്ങളായിട്ടുള്ള യൂസേജസും അതിന്റെ ഫോർമുലാസും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.